എൻ്റെ പേര് ഫിലോമിന. ഞാൻ കൊടകിലെ സിതാവരം എന്ന സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ കൊച്ചുമോന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയണത്. അവൻ ജനിച്ചിട്ട് 2 വയസ്സായി. അവൻ നടക്കൂലായിരുന്നു. അവൻ മുട്ടുകാലുമേലാണ് നടക്കണത്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അവൻ്റെ നടുവെല്ല് ലൂസും കണ്ണക്കാല് ടൈറ്റുമാണ്. അപ്പോൾ അവന് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് ചെയ്തില്ല. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്നിട്ട് നവംബർ 28-ാം തീയതി ഓലിവ് ഓയിൽ പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് തന്നെ രാത്രി അവൻ എണീറ്റ് ഇങ്ങനെ കുത്തനെ വിരലിലാണ് ഇങ്ങനെ നടന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇനി അവൻ നടക്കും, വിഷമിക്കണ്ടെന്ന്. പക്ഷെ അവൻ അങ്ങനെ തന്നെ ആയിരുന്നു നടന്നത്. പിന്നെയും നവംബർ 15-ാം തീയതി പിന്നെയും ഞാൻ പ്രാർത്ഥിച്ച് ഒലിവ് ഓയിൽ തേച്ചപ്പോൾ ശരിക്കും അവനിപ്പോൾ കാല് പതിപ്പിച്ചിട്ട് ശരിക്കും ഇപ്പോൾ നമ്മൾ നടക്കണ പോലെ തന്നെ നടക്കുന്നുണ്ട്. നല്ലൊരു കയ്യടി കൊടുത്തേ കണ്ടോ. വലിയ സൗഖ്യമാണല്ലോ കിട്ടിയിരിക്കുന്ന കൊച്ചിന്. ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? എവിടെയത് കൊണ്ടുവന്നിട്ട്? ആ കൊച്ചു കൂടി ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാമോ? ആ കൊച്ചിൻ്റെ മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടോ? കൊച്ചിൻ്റെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാമോ? അതിൻ്റെ ആ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവരിക. ആ കൊച്ചാണ് അല്ലേ? പിന്നെ എനിക്ക് കണ്ണിന് കാഴ്ച കുറച്ച് കുറവായിരുന്നു. പിന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നം, മുതുകു വേദന, അങ്ങനെയൊക്കെ. അതിനൊക്കെ ഞാൻ ഈ ഒലിവ് ഓയിൽ പുരട്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കണ്ണിന്, ഞാൻ ബൈബിള് വായിക്കണമെങ്കിൽ എനിക്ക് കന്നഡ വേണമായിരുന്നു. പക്ഷെ ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് ഞാൻ കന്നഡ വെക്കാറില്ല. ഈ ഒലിവ് ഓയിൽ ഇങ്ങനെ തൂത്ത് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഇപ്പം എനിക്ക് കാഴ്ചയുണ്ട്. പിന്നെ നീരിറക്കത്തിൻ്റെ അതും മാറി. ഇപ്പോൾ ആൾ നടക്കും അല്ലേ? നടത്തി നോക്കിയാൽ അവരെ ആൾക്കാരും കാണിക്കണം. കൈപിടിച്ച് നടത്തിക്കോ. സ്നേഹമുള്ളവരെ, നടക്കാത്ത കൊച്ചാണ് ഈ പറയുന്നത്. മനസ്സിലായോ? നിവർന്ന് നിൽക്കില്ല, നടക്കില്ല. ഈ കുട്ടിയാണ് കേട്ടില്ലേ ഓടിച്ചാടി ഇവിടെ നടക്കുന്നത്. മനസ്സിലായി? നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. ഈ കൊച്ചിന് ഫിസിയോതെറാപ്പിക്കും പോയില്ല, ഒന്നിനും പോയില്ല അല്ലേ? ഒലിവ് ഓയിൽ പുരട്ടി കൊടുത്തു അല്ലേ? കാലുമ്മ പുരട്ടി കൊടുത്തു. കാലുമ്മയായിരുന്നു പ്രശ്നം, അത് അരക്കെട്ടിനായിരുന്നു, കീഴ്പോട്ട്. അപ്പോൾ ഒലിവ് ഓയിൽ എങ്ങനെ പുരട്ടി? അരക്കെട്ടിൽ നിന്ന് കീഴ്പോട്ട് അങ്ങോട്ട് പുരട്ടി. ചേച്ചിക്ക് പുരട്ടി. എൻ്റെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്. എങ്ങനെ പ്രാർത്ഥിച്ച്? വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതങ്ങനെ 2 പ്രാവശ്യം ചെയ്തു. അത് ആദ്യം തന്നെ ചെയ്തപ്പോൾ വ്യത്യാസം കാണിച്ചു. പിന്നെ പല പ്രാവശ്യം ചെയ്തപ്പോൾ അത് മാറി കിട്ടിയില്ലേ? വലിയ സൗഖ്യമാണ് കേട്ടോ. നല്ലൊരു കൈയടി കൊടുത്തോ. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് അങ്ങനെ ഇതുപോലെ കാലിന് വളവ്, കാലിന് നടക്കുന്നില്ല, കൊച്ചു നടക്കുന്നില്ല, അങ്ങനെയുള്ള, അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി ചോദിക്കുന്നത് ഇവരെന്താ ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം വരുമ്പോൾ ഇവർ ചെയ്ത പോലെ നമുക്കും ചെയ്യാമല്ലോ. അപ്പോൾ ഇനി വരുമ്പോൾ ഇങ്ങനെ അസുഖം ഉള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പറയാം, വെഞ്ചിരിച്ച് ഒലിവ് ഓയിൽ നിങ്ങൾ കൊച്ചിൻ്റെ അരക്കെട്ടിൽ പുരട്ട്, അല്ലെങ്കിൽ കാലുമേ പുരട്ട്, അങ്ങനെ ഒന്ന് നടത്തിച്ച് നോക്ക്. കണ്ടില്ലേ? പരിപൂർണ്ണ സൗഖ്യം കിട്ടണം. ഇത് എല്ലാവർക്കും ഒരു പാടാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക, ഓരോരുത്തരും ഓരോന്നും ചെയ്യുന്നത്. നല്ലൊരു കൈയടി കൊടുക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്.